തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ മൊബൈലിലേക്ക് വരുന്ന അശ്ലീല സന്ദേശങ്ങൾ അത് എത്ര മ്ലേച്ഛമാണ് എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വന്നു തുടങ്ങി. മേയറുടെ മൊബൈലിലേക്ക് വന്ന അശ്ലീല സന്ദേശങ്ങൾ കേട്ടാൽ അറച്ചു പോകുന്ന, സ്ത്രീകളോട് യാതൊരു ബഹുമാനവുമില്ലാത്ത അശ്ലീലം കുത്തി നിറച്ച ഇത്തരം മെസ്സേജുകൾ അയക്കുക വാട്സപ്പിൽ. ഇതാരാണ് ചെയ്യുന്നത്? സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തത് ആരാണ് ഈ നാട്ടിൽ? ഈ കുലസ്ത്രീ മഹിമ പറയുന്നവർ തന്നെയാണ് സ്ത്രീകളെ മാനിക്കാത്തവരെന്ന് ഓരോ സംഭവങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അത് ആര്യ രാജേന്ദ്രൻ മുതൽ കെ ശൈലജ വരെ. ഇതിനകത്ത് എത്ര സ്ത്രീജന്മങ്ങളെയാണ് നിങ്ങൾ അശ്ലീലത്തിൽ മൂടിവെക്കാൻ, അശ്ലീലത്തിലിട്ട് ഉഴുതി മറിക്കാൻ നോക്കിയത്? ഒന്നും രണ്ടും മൂന്നും പേരല്ലല്ലോ. ഇടതുപക്ഷത്തെ വനിതാ നേതാക്കളെ, അത് മേഴ്സിക്കുട്ടിയമ്മയായാലും മരിച്ചുപോയ MC ജോസഫീനായാലും ഓരോ നേതാക്കളെയും, ജീവിച്ചിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഓരോ വനിതാ നേതാക്കളെയും, ഏറ്റവും ഒടുവിൽ ആര്യ രാജേന്ദ്രൻ, അതിന് തൊട്ടുമുമ്പ് ഇലക്ഷൻ കാലത്ത് വടകരയിൽ കെ ശൈലജ സ്ഥാനാർത്ഥിയെ, എത്ര മ്ലേച്ഛമായ അശ്ലീലത്തിലൂടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ആഞ്ഞടിച്ചത്. ആര്യ രാജേന്ദ്രന് മേയർക്ക് വരുന്ന സന്ദേശങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. എന്ത് രാഷ്ട്രീയ സംസ്കാരമാണ് നിങ്ങൾക്കുള്ളത്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു, വടകരയിലെ രാഷ്ട്രീയത്തെ എങ്ങനെ നിങ്ങൾ, പുരോഗമന രാഷ്ട്രീയത്തെ ഷാബി പറമ്പിലും കൂട്ടാളികളും രാഹുൽ മാങ്കൂട്ടങ്ങളുടെ സൈബർ ക്രിമിനൽ സംഘം, അശ്ലീല സംഘം എങ്ങനെ അവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയെ നശിപ്പിച്ചു എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നാദാപുരം, വടകര ഉൾപ്പെടുന്ന നാദാപുരത്ത് എത്ര പേരാണ് ജീവൻ ബലിയർപ്പിച്ചത് ഈ സമുദായ സംഘർഷത്തിൽ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞങ്ങളതിനെ കുത്തിപ്പൊക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു ചൂണ്ടുവലകയാണ്. നാദാപുരം വീണ്ടും വടകര മണ്ഡലത്തിൽ ആവർത്തിക്കാൻ കോപ്പ് കൂട്ടിയതാരാണ്? നിങ്ങൾ കേരളത്തിൻ്റെ മതേതര സോഷ്യൽ ഫാബ്രിക്കിനെ എങ്ങനെയാണ് വടകരയിൽ തകർത്തതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മതേതര പുരോഗമന ആശയങ്ങളെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേനി നടിക്കുന്ന കോൺഗ്രസ്, അതിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിൽ ഒരു കൂട്ടം അശ്ലീല സംഘത്തെ കയറൂരി വിട്ടിട്ട് സർവ്വ തോന്നിയാസങ്ങളും കെ ശൈലജയ്ക്കെതിരെ, ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ചിട്ട് വ്യാജ വാർത്തകൾ, മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ, ഇതെല്ലാം പടച്ചു വിട്ടിട്ട് അതിനെതിരെ ഇലക്ഷൻ്റെ അന്ന് വരെ മിണ്ടാണ്ടിരുന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഷാഫി പറമ്പിലിൻ്റെ മുതലക്കണ്ണീര് എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു, എനിക്ക് ഭയങ്കര വിഷമമുണ്ടോ? എന്തൊരു മുതലക്കണ്ണീരാണ്. ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി എന്താണെന്ന് കണ്ടുകൊള്ളുക. കേരള മനസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു പേരായിട്ട് ഷാഫി പറമ്പിൽ മാറുമെന്ന് ഞങ്ങൾക്ക് സംശയമില്ല. കാരണം കേരളത്തിൻ്റെ ഗതി എപ്പോഴും പുരോഗമനത്തിലേക്കാണ്. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആ ഒരു സെക്കുലർ, മതേതര, മതനിരപേക്ഷ ഒരു സമൂഹത്തിനെ അട്ടിമറിക്കാൻ നോക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും, അത് ആരായിക്കോട്ടെ, കേരളത്തിൽ ഭാവി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ ഷാഫി പറമ്പിൽ പരാജയപ്പെട്ടു. അത് ഷാഫി പറമ്പിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി അത് നേരിടാൻ പോവുകയാണ്. VT ബലറാമിന് രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചെന്തോ അതിനേക്കാൾ വലുതാണ് ഷാഫി പറമ്പിൽ വരാനിരിക്കുന്നത് കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രതീക്ഷയുള്ള ഒരു കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് കാട്ടിക്കൂട്ടിയ ഈ അന്യായങ്ങൾ, ജനാധിപത്യത്തെ കൊല്ലുന്ന ഈ അന്യായങ്ങൾ കേരള സമൂഹം ഒരിക്കലും പുറത്തു തരില്ല. നാദാപുരം, വടകരയിൽ ആവർത്തിക്കാൻ കൂട്ടുനിന്നവരൊക്കെ മുസ്ലിം ലീഗിലെ ചിലരുണ്ട്, പിന്നെ ചില മതമൗലികവാദികളുണ്ട്. അതായത് ന്യൂനപക്ഷ തീവ്രവാദം, അതിന് കൂട്ടുനിൽക്കരുത്. ലീഗായാലും ഷാഫി പറമ്പിലായാലും കോൺഗ്രസ് ആയാലും ന്യൂനപക്ഷ മത തീവ്രവാദവും
ഭൂരിപക്ഷ മത തീവ്രവാദവും രണ്ടും ഭീഷണിയാണ്. മതേതരത്വത്തിന്, ജനാധിപത്യത്തിന്, മതനിരപേക്ഷ ജീവിതത്തിന് ഭീഷണിയാണ്, പുരോഗമനത്തിന് ഭീഷണിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും തൽക്കാലം ചില നേട്ടം കിട്ടും, പക്ഷേ ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ മേയർക്കെതിരെ നടക്കുന്ന ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഈ അശ്ലീല യുദ്ധം. ആര്യ രാജേന്ദ്രൻ മുതൽ കെ ശൈലജ വരെ, ഇതിനകത്ത് ഈ രണ്ടുപേരിനകത്ത് വേറെ എത്രയോ സ്ത്രീകൾ, രാഷ്ട്രീയ നേതാക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വനിതകൾ, ഇവരെയെല്ലാം കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത്? അപ്പം നിങ്ങൾ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ല. സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ല. ഈ മാങ്കൂട്ടങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ല. അവർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഷാഫി പറമ്പിൽ സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടോ? ഇല്ല. ന്യൂനപക്ഷ മൗലികവാദികൾ സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് വിഷയം. സ്ത്രീത്വത്തെ മാനിക്കുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിൽ വേണം, അതുണ്ടാവണം. അതിനുവേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഭാവി ഉണ്ടാവുള്ളൂ. ലീഗിന്റെ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ലീഗ് ഇപ്പോൾ സമസ്തയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രികയിൽ വരുന്ന വാർത്തകൾ, ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിനെതിരെ വരുന്ന കാമ്പയിൻ, ലീഗ് അങ്കലാപ്പിലായി. അതായത് സമസ്ത വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട്, സമസ്ത എന്താണ്? ലീഗിന്റെ പേരന്റ് ബോഡിയാണ്, ലീഗിന്റെ മാതൃ സംഘടനാ രൂപമാണ് സമസ്ത, സുന്നികളുടെ സമസ്ത. ആ സമസ്ത ലീഗിനെതിരെ തിരിഞ്ഞു ഇലക്ഷനിൽ എന്ന് ബോധ്യമായപ്പോൾ അങ്കലാപ്പിലായി ലീഗ് നേതാക്കള്. പാണക്കാട്ടുള്ള ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ആളും അനുചരന്മാരും നേതാക്കളും മറ്റുള്ളവരെല്ലാം അങ്കലാപ്പിലായി. പോളിംഗ് കുറഞ്ഞു. മലപ്പുറത്തും പൊന്നാനിയിൽ ഏറ്റവും കുറഞ്ഞു, മലപ്പുറത്തും കുറഞ്ഞു. വോട്ട് ചെയ്യാൻ പോവാത്തവരാരാണെന്ന് ലീഗുകാർ കണ്ടുപിടിച്ചു. അത് ഞമ്മ വോട്ടാണ് പോവാത്തത്, ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ വരെ സമസ്തയിലെ നമുക്ക് ചെയ്ത വോട്ടുകളൊക്കെ ഇപ്പോൾ പോയില്ല ചിലത്. ഇനി പോയത് തന്നെ മറുപക്ഷത്ത് ചോർന്ന് പോയിട്ടുണ്ട്. ലീഗ് അങ്കലാപ്പിലായി. ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന്റെ വോട്ട് ഷെയർ താഴേക്ക് പോകും. അത് എത്ര ശതമാനം വരെ പോകുന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ കണ്ടുകൊള്ളുക. കൃത്യമായിട്ട് വയനാട് മണ്ഡലത്തിൽ ലീഗിന് സ്വാധീനമുള്ള നിലമ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കിട്ടിയത് ഗണ്യമായിട്ട് കുറയാൻ പോകുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന്റെ വോട്ട് ഷെയർ താഴേക്ക് പോവുകയാണ്. ഈ അങ്കലാപ്പിലാണ് ഇപ്പോൾ സമസ്തക്കെതിരെ ലീഗ് സ്വന്തം പേരന്റ് സംഘടനയ്ക്കെതിരെ ലീഗ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലീഗിനെ ഈ തെരഞ്ഞെടുപ്പ് ലീഗിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. ഈ ഇലക്ഷന് ശേഷം റിസൾട്ട് എന്തുമാവട്ടെ, വടകരയിൽ കളിച്ച കളി ലീഗിന് തിരിച്ചടിയാവും, ഷാഫി പറമ്പലിനും തിരിച്ചടിയാവും, കോൺഗ്രസിനും തിരിച്ചടിയാവും. നേർവരെയുള്ള രാഷ്ട്രീയത്തിൽ ചിന്തിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു സംശയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. ആർക്കും ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന രാഷ്ട്രീയം, പോസ്റ്റ് ഇലക്ഷൻ പൊളിറ്റിക്സ് ഓഫ് കേരള എന്താണെന്ന് ഞങ്ങൾ മുൻകൂട്ടി പറയാം. അത് വെരി വെരി ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്സ് ആയിരിക്കും. മതേതരം, പുരോഗമനം, മതനിരപേക്ഷത, ഇതിനൊക്കെ എതിരെ നിന്നവരെ എവിടൊക്കെ പോയി, ഏതൊക്കെ മൂലയിൽ പോയി ഒളിക്കേണ്ടി വരുമെന്നുള്ളൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെട്ടു വരുമെന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട.